ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ബീഫ് കറി, അതായത് നാടൻ ഇറച്ചിക്കറി, ബീഫിൻ്റെ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ 1 കിലോ ബീഫിന് ഞാൻ എടുത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി 100 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് നാട്ടിൽ അമ്മച്ചിമാരൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഉള്ളിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് 1 കിലോ ഇറച്ചിക്ക് 100 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ 3 സവാള, അതിനുശേഷം ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ തേങ്ങാക്കൊത്ത്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി. പിന്നെ നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മല്ലിയില ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് പറിച്ചെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അതിൻ്റെ അഴുക്കുകൾ പോകാൻ കൊണ്ട് മല്ലിയില വേണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് കായമാണ്. കായം പൊടി കിട്ടും, പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ വലിയ ഇങ്ങനത്തെ കായമാണ്. അത് ഞാൻ പൊടിച്ച് കുപ്പിയിൽ വെച്ചിട്ടുണ്ട്. അതപ്പം ചെറിയൊരു പീസ് ഞാൻ കാണിക്കാം ചെയ്യുന്ന സമയത്ത് എത്രയുമാണ് ഇടുന്നതെന്നുള്ളത്. കായം. പിന്നെ വേണ്ടുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് മസാല, മീറ്റ് മസാല. ഇത്രയുമാണ് നമുക്കിപ്പം ഇത് ഉണ്ടാക്കാനെ കൊണ്ട് ആവശ്യമായ സാധനങ്ങൾ. ഇനി അതിന് ശേഷം ഉപ്പും നമ്മൾ ചേർക്കണം ആവശ്യത്തിനുള്ള. ഇപ്പോൾ ഞാൻ ഏത് രീതി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് നോർമലായ, അതായത് വ്യത്യസ്തമായ ഒരു നിലവാരത്തിലാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുക്കറിനകത്ത് തന്നെയാണ് വെക്കുന്നത്. കൊണ്ട് അതിനകത്ത് തന്നെയാണ് ഞാനിതെല്ലാം പ്രിപ്പയർ ചെയ്ത് മസാലകൾ ഉണ്ടാക്കാനായി നോക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പത്ത് ആ കുക്കർ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓയിലോ മറ്റ് സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അത് ഒരു 3 സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരല്പം കടുക് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം ഈ ചെറിയ ഉള്ളി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് സവാളയും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ചൂടായതിനു ശേഷം അപ്പം ഒന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇത് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ ഈ തേങ്ങാക്കൊത്ത് ഇടുകയാണ്. തേങ്ങാക്കൊത്ത് ഓപ്ഷനിലാണ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം തേങ്ങാക്കൊത്ത് ഇട്ടാൽ മതി. പക്ഷേ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ അതിനൊരു സ്പെഷ്യൽ രുചിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങാക്കൊത്ത് ഇടുന്നത്. ഇനിയും ഇത് നല്ലവണ്ണം ഒന്ന് വഴണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ നമുക്കിട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഉള്ളി വഴറ്റുക. ലാസ്റ്റിലാണ് തക്കാളിക്ക് ഇടുന്നത്. തക്കാളിക്ക് ഇടുമ്പോൾ ഞാൻ പറയാം. തീ ഒരല്പം സിമ്മിനും മീഡിയത്തിനും ഇടയ്ക്കായിട്ടിട്ടാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിക്കും. അപ്പം അഥവാ ഒത്തിരി അടി പിടിക്കുവാണെങ്കിൽ എണ്ണ കുറവാണ്, അപ്പോൾ അതിന് എണ്ണ ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കുക. ഇതിപ്പം എൻ്റെ പരുവത്തിനുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എണ്ണയുടെ ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് മൂക്കട്ടെ.
ഓക്കെ, ഇപ്പോൾ കണ്ടോ ഇത് ഉള്ളിയുടെ കളർ മാറി, അതുപോലെ തേങ്ങാക്കൊത്ത് മൂത്തു, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം മണം മാറി, പച്ച മണം മാറി. ഇനിയിപ്പം നമുക്കിതിനകത്തൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒന്ന് ചേർത്ത് കൊടുക്കാം. കണ്ടോ ഇത് നല്ലവണ്ണം ടൊമാറ്റോയും എല്ലാം നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്, നല്ലവണ്ണം മെൽറ്റായി. ഇനിയിപ്പം നമുക്കിതിനകത്തൊക്കെ മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവ് അവനവൻ്റെ പരുവത്തിനുള്ള എരിവ് ഇടണം. കാരണം ഞങ്ങൾക്ക് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ ഒരു 4-5 സ്പൂണ്, ചെറിയ സ്പൂണിന് 5 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. നിങ്ങൾക്ക് അല്ല ഇതിൽ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം, ആവശ്യമില്ലേക്ക്. പക്ഷേ നോർമലായിട്ട് ഞങ്ങൾ അതിന് 5 സ്പൂണാണ് ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി. ഇതിപ്പോൾ ഇച്ചിരി ചാറോട് കൂടിയാണ് ഈ ബീഫ് കറി ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 3 സ്പൂണ്, ചെറിയ സ്പൂണിന് 3 സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിലിട്ട് ഇതൊന്ന് മൂപ്പിക്കണം. കാരണം മുളകിൻ്റെയും മല്ലിയുടെയും ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് പോകാവൂ. ഇതിനോടിടയ്ക്ക് തന്നെ നമ്മുടെ ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം, ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ ഒട്ടും വെള്ളത്തിൽ ഇപ്പോൾ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അടി പിടിക്കാതെ നോക്കണം എന്ന് പറഞ്ഞത്. ഒരല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ആദ്യം ഒരല്പം ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കുറവാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ചേർക്കാൻ കഴിയും. അപ്പോൾ ഒരു നല്ല സ്മെല്ല് വരും മുളകും മല്ലിയെല്ലാം മൂത്ത് കഴിയുമ്പോൾ. ഇപ്പോൾ ഇത് മസാല നല്ലവണ്ണം മൂത്തിട്ടുണ്ട്, ഇതിൻ്റെ പച്ചമണങ്ങളെല്ലാം മാറി. ഇനിയിപ്പം ഞാൻ ഒരു ചെറിയ സ്പൂണിന് വീട്ടിൽ പൊടിച്ചതാണ് മീറ്റ് മസാല, ഒരു ചെറിയ സ്പൂണ് ഇട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കായം ഉപയോഗിക്കുന്നത് കട്ടിയായിട്ടുള്ള കായമാണ്. ഇത്രയും നമ്മൾ യൂസ് ചെയ്താൽ മതി. അത് ഞാൻ ഇതോടുകൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. കാരണം അത് മെൽട്ടായി വരണം. അത് ചൂടാകുമ്പോഴത്തേക്ക് അത് താനെ മെൽറ്റാകും. അല്ല നിങ്ങൾക്ക് കായം ഈ ടൈപ്പ് കായം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ പൊടി അവൈലബിൾ ആണ്. ആ കായത്തിൻ്റെ പൊടി ഇട്ടാൽ മതി. കാരണം ഇറച്ചിക്ക് ബീഫിൻ്റെ കറിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കായമൊക്കെ നല്ലവണ്ണം ചേർക്കണമെങ്കിൽ മാത്രമേ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടോ ഇത് നല്ലവണ്ണം മസാല മൂത്തു, എണ്ണമയം പുറത്തോട്ട് ഒരല്പമായിട്ട് വരാൻ തുടങ്ങി. ഇനിയിപ്പം നമ്മൾ ഈ മസാല ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ട് വേവിക്കണം. അതിന് ഞാനൊരു കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. കാരണം ബീഫാണ്, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. മസാല വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം ബീഫിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ട്. അത് വേവുന്നുടനെ വെള്ളം ഇറങ്ങും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ സമയം ഇട്ട് പിന്നെയും വറ്റിക്കണം. അപ്പോൾ അതുകൊണ്ട് മസാല വേവാനുള്ള വെള്ളം വെച്ച് നമ്മൾ ആദ്യം ഈ മസാലയൊന്ന് വേവിക്കുക. അതിനുശേഷം ബാക്കി ഞാൻ പറയാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ മസാല വെന്തു. അതായത് വെന്തു എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ച എണ്ണ മുകളിലോട്ട് പൊങ്ങി വരും. അതായത് അന്നേരം നമുക്ക് മനസ്സിലാവും ഇത് നല്ലവണ്ണം മസാല മൂത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് ഓൾറെഡി മൂത്ത് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിരുന്ന മല്ലിയില ഞാൻ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഞുള്ളിയിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുകയാണ്. ഇതിപ്പം നമ്മൾ മല്ലിയില ഇട്ടു. ഇത് മസാല നല്ലവണ്ണം വെന്തു. ഇനിയിപ്പം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകണം. ഞാൻ ബീഫ് നേരത്തെ പറഞ്ഞു കഴുകി വെച്ചിരിക്കുകയാണ്, കണ്ണുപ്പയ്ക്കകത്ത് വെച്ചിരുന്ന് വെള്ളം തോന്നതാണ്. ഇനിയിപ്പം ഞാൻ ഈ ബീഫ് ഇതിനകത്തോട്ട് ഇടാൻ പോവുകയാണ്. ബീഫ് ഇട്ടു. ഈ ബീഫ് ഇട്ടതിന് ശേഷം ഈ മസാലയ്ക്കകത്ത് ഇട്ട് നല്ലവണ്ണം നമ്മളൊന്ന് ഇളക്കണം.
അതായത് എല്ലാ പീസയിലും ആ മസാല പിടിക്കത്തക്ക നിലയിൽ നമ്മളൊന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് ആ ചെറിയ മീഡിയത്തിലും അതായത് സ്ലോയിലും ഇടയ്ക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. തീരെ സിമ്മിലല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനും കൂടി ഇടയ്ക്ക് ഇടണമെങ്കിൽ മാത്രമേ ഇത് ശരിയായ നിലയിൽ അതിനൊന്ന് ചൂട് പിടിക്കത്തുള്ളേ. ഇതിപ്പം ഇത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് മസാല നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇറച്ചിയുമായിട്ട് ചേർന്ന്. ഇനിയും ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, കാരണം ബീഫിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്. നമ്മൾ ഇനിയും വെള്ളം ചേർത്താൽ ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളം ഇറങ്ങും, പിന്നെ നമ്മളിത് വറ്റിക്കാനായിട്ടിരിക്കണം. അപ്പം ഞാൻ സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ അതിനകത്ത് വെള്ളം ചേർക്കാറില്ല. ചെറിയ മീഡിയം തീയിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ കുക്കറും അടച്ച് ഇത് വിസിൽ ഊതാനായി വെക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നുകൊണ്ട് ഒരു 3 വിസിൽ അടിക്കുമ്പോഴത്തേക്കും ഈ ഇറച്ചി വെന്തിരിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം, ഞാൻ ഓൾറെഡി കടുക് വറുത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി രണ്ടാമത് കടുക് വറക്കേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങൾക്ക് പിന്നെയും കടുക് വറക്കണമെങ്കിൽ കടുക് വറക്കി ഒഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് പോവുകയാണ്. കുക്കർ അടപ്പ് വെച്ച് അടച്ച് വിസിൽ വെക്കാൻ പോവുകയാണ്. 3 വിസിൽ നമ്മൾ അടിക്കണം. അടക്കാൻ വെച്ചു. ഇനിയിപ്പം അതിൻ്റെ വിസിലൂടെ വെച്ച് അടച്ച് വെക്കാണ്. ഇത് 3 വിസിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ഇതിപ്പം 3 വിസിൽ അടിച്ചു. അതിനുശേഷം ഇനിയിപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്തോ എന്തെങ്കിലും കുറവുണ്ടോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം പരുവത്തിന് ചാറും എല്ലാം പരുവത്തിനേ ഉള്ളൂ. അതിന് ഞാൻ പറഞ്ഞു, ബീഫ് എപ്പോൾ കറി വെക്കാൻ എടുത്താലും നമ്മൾ കഴിവെടുത്തോളം വെള്ളം ചേർക്കാതിരിക്കാൻ നോക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ഉപ്പ് ഒക്കെ നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്ത്, അഥവാ നിങ്ങളെടുത്തപ്പം വെള്ളം കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് അടച്ച് വെക്കേണ്ട, തുറന്ന് തന്നെ വെച്ച് ചെറുതായിട്ടൊന്ന് തീ ഒരു അല്പം ഹൈയിലിട്ട് അന്ന് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിയുമ്പോൾ പരുവത്തിനുള്ള ചാറ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊന്ന് ഞാൻ നോക്കിക്കോട്ടെ. എല്ലാം പരുവത്തിനുണ്ട്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സേവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. അതുപോലൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് ആക്റ്റീവ് ആക്കുകയും ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.